നാട്ടുകല്ല് വലിയുല്ലാഹിൽ മക്കാം. ഈ മക്ബറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വലിയ കല്ലാണ്. ഈ കല്ല് ഇവിടെ സ്ഥാപിച്ചതല്ല, ഇതൊരു മീസാൻ കല്ലായിരുന്നു. പിന്നീട് ഈ മീസാൻ കല്ല് വളർന്ന് വലുതാകാൻ തുടങ്ങി എന്നതാണ് പഴമക്കാർ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കേരളത്തിലെ ജാറങ്ങളുടെ കഥ പറയുമ്പോൾ പാലക്കാട് പ്രദേശത്ത് നിലകൊള്ളുന്ന ഒരു ജാറത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. ആ ജാറത്തിൽ അടക്കപ്പെട്ട വ്യക്തിയേക്കാൾ ഹൈലൈറ്റ് ആകുന്നത് അവിടെയുള്ള മീസാൻ കല്ലിനെ കുറിച്ചാണ്. ആ മീസാൻ കല്ലിനെ കുറിച്ച് ഒരു സുഹൃത്ത് പറയുന്ന ഭാഗം നമുക്ക് കേൾക്കാം. നാട്ടുകല്ല് വലിയുല്ലാഹിൽ മക്കാം. ഈ മക്ബറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വലിയ കല്ലാണ്. ഈ കല്ല് ഇവിടെ സ്ഥാപിച്ചതല്ല, ഇതൊരു മീസാൻ കല്ലായിരുന്നു. പിന്നീട് ഈ മീസാൻ കല്ല് വളർന്ന് വലുതാകാൻ തുടങ്ങി എന്നതാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ ഈ മീസാൻ കല്ലിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ, അത് നിന്നുപോയതാണ്, വളർച്ച നിന്നുപോയതാണ്. ഇല്ലെങ്കിൽ അത് വളർന്ന് ആകാശം മുട്ടിയേനെ എന്നാണ് ചരിത്രം പറയുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ സംസാരത്തിൽ നിന്ന് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞത്. ഏതായാലും അതിൻ്റെ വളർച്ച നിൽക്കാനുള്ള ഒരു ചരിത്രം കൂടിയുണ്ട്. മമ്പുറത്തെ തങ്ങൾ അദ്ദേഹം വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് വന്ന സമയം, ഇത് വളർന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൂടി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് കേൾക്കാം. ഈ കാണുന്ന മീസാൻ കല്ലിൻ്റെ വലുപ്പം കണ്ടിട്ടല്ല ഈ മഹാന് ജനമനസ്സുകൾ തിരിച്ചറിഞ്ഞത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പല ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഇവിടെ സിയാറത്തിന് വരാറുണ്ട്. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളുപ്പാപ്പയെ പോലത്തെ മഹാന്മാർ ഈ മക്കാമിലേക്ക് സിയാറത്തിന് വരാറുണ്ട്. ഇവിടുത്തെ മീസാൻ കല്ല് ഇങ്ങനെ വളർന്ന് വലുതാകുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളുപ്പാപ്പ ആ കല്ലിൽ വടികൊണ്ട് അടിക്കുകയും ഇനി മതി വളർന്നത്, ഇവിടെ കിടക്കുന്ന മഹാന്റെ മഹത്വം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നെ ആ കല്ലിൻ്റെ വളർച്ച നിലച്ചുപോയത്. അപ്പോൾ ഇതാണ് ചരിത്രം. ഇതെന്തിനാണ് ഈ രൂപത്തിൽ കല്ല് വളർന്നത്? മഹാന്റെ വലിപ്പം നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ്. മഹാൻ ആരാണെന്നറിയില്ല, ഊരും പേരും അറിയില്ല, ശുഹ്റത്തൊട്ടും കൂറാവില്ല എന്നൊക്കെ പറയണല്ലോ. അപ്പോൾ ഇതുപോലെ ഇദ്ദേഹം ആരാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല. ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇൻഷാ അല്ലാഹ് എൻ്റെ ബാക്കി സംസാരങ്ങളിൽ വരുന്നുണ്ട്. ഏതായാലും അങ്ങനെ മഹാന്റെ ശ്രേഷ്ഠതയെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അവിടെ വളർന്ന കല്ലാണ് ഈ മീസാൻ കല്ല്. ആ മീസാൻ കല്ല് അവസാനം വളർന്ന് പന്തലിച്ചപ്പോൾ മമ്പുറത്തെ തങ്ങൾ വന്ന് ഒരടി ക്ലോസായി. അവിടെ അതിൻ്റെ വളർച്ച നിന്നുപോയി. പിന്നെ അവിടെ നിന്ന് ഒരു കല്ല് കൊഴിഞ്ഞു വീണു. അത് റോട്ടിലേക്കാണ് വീണത്. ഇപ്പോൾ ഹൈവേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ആ കല്ല് അവിടെ നിന്ന് എടുത്ത് മാറ്റി. അതിനു മുമ്പ് വരെ അവിടെ ചവിട്ടരുത്, ആ കല്ലിനെ പോലും ആദരിക്കുന്ന, ആരാധനയിലേക്ക് എത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രങ്ങൾ വായിച്ചു നൽകുന്നത്, പഠിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഏതായാലും ഈ മഹാൻ ആരാണ്? നമ്മൾ ഇപ്പോൾ മീസാൻ കല്ലിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഖബറിൽ കിടക്കുന്ന മഹാൻ ആരാണ് എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. ഏതായിരുന്നാലും ഈ മക്കാമിൽ മറവട്ട് കിടക്കുന്ന മഹാന്റെ നാമം അവ്യക്തമാണ് എന്നതാണ് വാസ്തവം എന്നത് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ പേര് പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ടു എന്നും അത് ഇവരുടെ ജാറങ്ങളുടെയും മക്ബറകളുടെയും ഒക്കെ ചരിത്രങ്ങൾ ഇങ്ങനെ കെട്ടിയുണ്ടാക്കുന്ന സംഭവങ്ങളാണല്ലോ, അതിന് നേതൃത്വം കൊടുക്കുന്നത് ഉസ്താദുമാരാണെന്നൊക്കെ നമുക്കറിയാം. ഏതായാലും ഇനി ഇദ്ദേഹത്തിന് ഒരു പേരിടുന്നുണ്ട്. ആ പേര് ഏത് രൂപത്തിലാണ്, ഇവരുടെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നിടത്ത് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. ആ ഭാഗം കൂടി നമുക്ക് കേൾക്കാം. അവിടുത്തെ മൗലിദ് കിതാബിൽ ഇസ്ഹാഖ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അഅലം. അപ്പോൾ ഇവരുടെ പ്രമാണം ഒന്ന് മൗലിദ് കിതാബാണ്. അതിൽ രേഖപ്പെടുത്തിയത് എന്താണ്? ഇസ്ഹാഖ് എന്ന പേരാണ്. ഇനി ആ വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് വേറെ സത്യം. ഏതായാലും അവിടെ 70 വയസ്സുകാരനായ ഒരു വാർദ്ധക്യത്തിലെത്തിയ ഒരു മനുഷ്യനെ പരിചയപ്പെടാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില സംസാരങ്ങളൊക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ മേലാധികാരിയായിരുന്നു, അതിനെ നടത്തിക്കൊണ്ടു വന്നിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില സംസാരങ്ങൾ കേൾക്കാം. ഇദ്ദേഹം ആരായിരുന്നു, എന്തായിരുന്നു ഇവിടുത്തെ സംഭവങ്ങൾ എന്നത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം കല്ലിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് കേൾക്കാം. ആദ്യം, ഈ കല്ല് വളരാൻ തുടങ്ങിയത് എന്നാണ് എങ്ങനെ ആളുകൾ അറിഞ്ഞത്? ഇത് നമ്മൾ കാണുമ്പോൾ കല്ല് അങ്ങനെയാണ്. ഒന്നാമത് 70 വയസ്സുള്ള വ്യക്തി ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾ കണ്ടു തുടങ്ങിയത് മുതൽ കല്ല് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിലെവിടെയും വളർച്ച കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനി അവിടെ തീർന്നിട്ടില്ല, അദ്ദേഹത്തിന്റെ ബാക്കി സംസാരം കേൾക്കാം. ഒരു 10-20 വയസ്സൊക്കെ ആയി, അന്നും അതങ്ങനെയാണ്. എന്റെ ബാപ്പ ഉണ്ടായിരുന്നൊന്നും അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹത്തിന് 70 വയസ്സായി. ഈ 70 വർഷത്തിനിടയിൽ ആ കല്ല് വളർന്നതായി കണ്ടിട്ടില്ല.
ഇനി രണ്ടാമത്തത് എന്താ? അദ്ദേഹത്തിൻ്റെ വാപ്പയുണ്ടായിരുന്ന കാലത്തും അന്നു മുതൽ ഇന്നു വരെയും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അവിടെയും തീർന്നില്ല, അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കട്ടെ. പിന്നെ പാപ്പാരായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് അന്നുണ്ടായിരുന്നോന്ന് പാപ്പാക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വാപ്പയുടെ കാലത്ത് പോലും അങ്ങനെ വളർച്ചയുണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 3 തലമുറ ഇത് വളർച്ചയില്ലാതെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ കല്ലിൻ്റെ രഹസ്യം. ആ കല്ല് വളർന്നതാണോ വളർത്തിയതാണോ അതല്ല ആദ്യം തന്നെ അങ്ങനെയായിരുന്നോ എന്നതൊക്കെ തന്നെ ചരിത്രത്തിൽ ഇപ്പോഴും അവ്യക്തമായി കിടക്കുന്ന ഒരു വിഷയമാണ്. ഇനി ഇതിൻ്റെ എല്ലാം പ്രമാണം എന്താണ്, ഇവർ എങ്ങനെയാണ് ഇതിനെ സത്യപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുകൂടി കേൾക്കാം. വേറെ കൃത്യമായ ഒരു ചരിത്രം ഇല്ല, എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കൃത്യമായ ചരിത്രം ഈ ജാറത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ ജാറത്തിൻ്റെ മീസാൻ കല്ലുമായി, ഇവർ വളർന്നുകൊണ്ടിരിക്കുന്ന മീസാൻ എന്ന് പറയുന്ന ആ കല്ലുമായി ബന്ധപ്പെട്ട ചരിത്രമോ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് അടിസ്ഥാനമാണ്. ഇത് കേരളത്തിലെ ജാറങ്ങളുടെ, ഒട്ടുമിക്ക ജാറങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രമാണം എന്താ? അല്ലെങ്കിൽ ഈ കല്ലുമായി ബന്ധപ്പെട്ടും ഈ ജാറവുമായി ബന്ധപ്പെട്ടും അവർക്ക് മുന്നിൽ വെക്കാനുള്ള പ്രമാണം എന്താണ്? അതുകൂടി കേൾക്കാം. പിന്നെന്താ മൗലീദോ അങ്ങനെന്താ? ഒരു മൗലിദുണ്ട് അവിടെ. മൗലീദുണ്ട്. അതിപ്പോ ഈ ആൾക്കാർ കെട്ടി ഉണ്ടാക്കിയതാണ്, അല്ലാതെ അയാളെ അപ്പോൾ കേട്ടില്ലേ, ഇനി ഒരു മൗലൂദാണ് അവർക്ക് തെളിവായിട്ടുള്ളത്. ഖുർആനോ സുന്നത്തോ ഇല്ല, അല്ലെങ്കിൽ കൃത്യമായ ചരിത്രം ഇല്ല. ഇനി ആരോ കെട്ടിയുണ്ടാക്കിയത്, അദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ട്, ആരോ കെട്ടിയുണ്ടാക്കിയ, നാട്ടുകാർ കെട്ടിയുണ്ടാക്കിയ ഒരു സംഭവമാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ചോദ്യം ചോദിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ്, ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയട്ടെ. ഇല്ല, ആരുണ്ടാക്കിയതാ? അത് ഇവിടെ ഒരു മൗലിദ് ഉണ്ടാക്കിയതാണ്. കൃത്യമായ തെളിവൊന്നുമില്ല. അതിവിടെ ഒരു മൗലവർ ഉണ്ടാക്കിയതാണ്. ആ മൗലവർക്ക് വേണം എന്ത്? പൈസ വേണം, അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് നിറയണം, അദ്ദേഹത്തിൻ്റെ വയറ് നിറയണം. ഇതേ മൗലവർക്ക് ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് എന്താ, ഒരു ജാറം കണ്ടു, ആ ജാറത്തെ കണ്ടപ്പോൾ പച്ച വിരിച്ചു, അവിടെ ഒരു കല്ലും വളർത്തി, അവസാനം എന്തായി, ഒരു മൗലൂദ് ഉണ്ടാക്കിയിട്ട് അവിടെ ബിസിനസ് തുടങ്ങുകയാണ്. ഇതാണ് ഉസ്താദുമാരുടെ അവസ്ഥ. ഇതാണ് കേരളത്തിലെ ജാറങ്ങൾ പരിശോധിച്ചാൽ ആഴത്തിലേക്ക്, അതിൻ്റെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള അവസ്ഥ ഇതാണ്. ഇനി വലിയുള്ള എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പേരെന്ത്, ആ ജാറത്തിൽ അടങ്ങപ്പെട്ട വ്യക്തിയുടെ പേരെന്ത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. ബാക്കി കേൾക്കാം. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞു? അതിപ്പെട്ട പേരാണ്, അയാളെ പേര് ശരിക്കും അങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല. കേട്ടില്ലേ, പേരിപ്പോൾ ഇട്ടതാണ്, അയാളുടെ പേരെന്താണെന്ന് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി, കമ്മിറ്റി കൂടി തീരുമാനിച്ചെന്ത് ചെയ്തു, ഒരു പേരിട്ടു. ആ പേര് കേൾക്കാം. അത് ഇസ്ഹാഖ് വലിയുള്ള നാട്ടിൽ. ഇസ്ഹാഖ് വലിയുള്ള. അതിപ്പോ അത് അയാളെ പേര് നമുക്ക് പിന്നെ ഇട്ടിട്ടും കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു പേര് കിട്ടുന്നു. അപ്പോൾ പേര് ഇസ്ഹാഖ് വലിയുള്ള എന്ന് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു. പക്ഷേ എന്തു പറ്റി, ആ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാൾക്ക് ഈ പേരങ്ങ് ദഹിച്ചില്ല, പേര് മാറ്റണമെന്നായി. അവസാനം എന്തായി, അതും കേൾക്കാം. ഈ പേര് ഇട്ടത് ആരാണ്? അതിവിടെ പിന്നെ എല്ലാവരും കൂടിയിട്ടിട്ടൊന്നും മാത്രം എന്തെങ്കിലും ഒരു പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് അത് വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ ആ പേര് വേണ്ട, അയാൾക്ക് തിരുപ്പതി ഇല്ലെങ്കിൽ നമ്മൾ ആ പേര് ഇടണ്ട. അപ്പൊ വലിയുള്ളാക്കി അവിടെ പേര് അവിടെ എഴുതിയിട്ടില്ലേ, ആ പേരാക്കി. പിന്നെ ആ പേര് വേണ്ടാന്ന് പറഞ്ഞു. അതിപ്പോൾ അയാൾക്ക് തിരുപ്പതി ഉണ്ടോ, അയാളെ പേരെന്താണെന്നൊന്നും ഞമ്മക്കറിയില്ല. അപ്പോൾ ആ പേര് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാച്ചു. അപ്പോൾ കേട്ടല്ലോ, ആരാണ് എന്താണ് ഒരു അഡ്രസ്സില്ല. അവസാനം പേരിട്ടു. പേരിട്ടപ്പോൾ കമ്മിറ്റിക്കിടയിൽ ചർച്ചയായി. ഇസ്ഹാഖ് എന്ന പേരിനോട് ആർക്കോ വിരോധമായി. പിന്നെ അവസാനം ഇസ്ഹാഖ് എന്ന പേരില്ല, ഇസ്ഹാഖ് എന്ന പേര് വേണ്ട, വലിയുള്ള എന്ന പേര് വിളിക്കാമെന്നായി. അവസാനം അങ്ങനെ ഒരു ജാറം കിട്ടിയപ്പോൾ അതിനിപ്പോൾ അതിനകത്ത് ബോഡി ഉണ്ടോയെന്ന് തന്നെ സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഏതായാലും അങ്ങനെ ഒരു പേരിട്ടു, വലിയുള്ള എന്ന് പേരുമാക്കി. എന്നിട്ടോ ഈ ചോദിക്കുന്ന ചോദ്യകർത്താവ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം എവിടെ നിന്നാണ് വന്നത്, ഇദ്ദേഹത്തിൻ്റെ നാട് ഏതാ, അതും ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി നമുക്ക് കേൾക്കാം. എവിടുന്ന് വന്നതാണ് അതൊന്നുമില്ല, അവിടെ കാണപ്പെട്ടപ്പോൾ ആ യാറ അങ്ങനെ കണ്ടതാണ്. അല്ലാതെ അയാളെ പേരെന്താണ്, അയാളെ ഏടെ സ്ഥലം, ഏതാ രാജ്യം എന്നൊന്നും അറിയില്ല. കേട്ടല്ലോ സഹോദരന്മാരെ, നാട് എവിടെയാണെന്നറിയില്ല, പേരെന്താണെന്നറിയില്ല, അടക്കപ്പെട്ടത് ആരാണെന്നറിയില്ല, ഇനി ആ ജാറത്തിനുള്ളിൽ ആളുണ്ടോ എന്നറിയില്ല, അത് മുസ്ലിമാണോ കാഫിറാണോ ഒന്നും അറിയില്ല. ഇങ്ങനെയുള്ള ചില ജാറങ്ങളാണ് കേരളത്തിൽ മുസ്ലിമീങ്ങൾ കൈയടക്കി അതിനെ ഒരു വ്യവസായമാക്കി മാറ്റി ആളുകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവിടെ വഴിയോരത്ത് പോകുന്ന ആളുകളെല്ലാം അവിടെ നേർച്ച ചെയ്തും ക്യാഷ് സമർപ്പിച്ചും കാണിക്ക കൊടുത്തും അങ്ങനെയൊക്കെയാണ് ആളുകൾ പോകുന്നത്. കാരണം ആളുകൾ, പാവപ്പെട്ട ജനങ്ങൾ ഇതിലൊക്കെ വിശ്വസിച്ച് ഈ ഉസ്താദുമാരുടെ സംസാരങ്ങളെല്ലാം കേട്ടും വിശ്വസിച്ചും അതിൽ പുണ്യമുണ്ട് എന്ന് പ്രതീക്ഷിച്ചും പലതും ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇതിലൂടെ സംഭവിക്കുന്നത് ഇവരെ ഷിർക്കിലേക്ക്, വിശ്വാസികളായ ആളുകളെ അവരുടെ വിശ്വാസത്തെ തകർത്ത് ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വലിയ ഒരു അപകടം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഊരും പേരും അറിയാത്ത, ആരാണെന്നറിയാത്ത ഒരാളിനെ വലി എന്ന് വിളിക്കാൻ, അള്ളാഹുവിൻ്റെ വലി എന്ന് വിളിക്കാൻ ഒരു വിശ്വാസിക്ക് ഏതായാലും സാധ്യമല്ല. അതുകൊണ്ട് ഇത്തരം ഖബർ ആരാധനയും ഖബർ പൂജയും ഖബറുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും ഇസ്ലാമിന് അന്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇതുപോലെയുള്ള ജാറങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പൂർണ്ണമായി മുസ്ലിം ഉമ്മത്ത് വിട്ടുനിൽക്കണം എന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ സത്യത്തെ സത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, വിശ്വാസ കർമ്മ ആചാര മേഖലകളിൽ കൃത്യമായ നിലപാടുള്ളവരായി മാറാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.